ചേട്ടാ. എന്താടാ? പട്ടിയുണ്ടോ? എന്തിന്? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. പട്ടിക്കും കൊറിയറാ? ആരുടെ അയച്ചത്? പട്ടിയെക്കാളും കഷ്ടമാണല്ലോ ഇയാള്. പറയടാ, ആരുടെ അയച്ചത്? അല്ല, അത് ഡോക്ടർക്കുള്ളതാ. ഡോക്ടറിന്റെ കൊറിയർ നീ എന്തിനു പട്ടിക്ക് കൊടുക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അകത്തോട്ട് വരാൻ ഇവിടെ കിടക്കുന്ന പട്ടി കടിക്കൂ? ഈ പട്ടി കടിക്കൂല. തൊട്ട് താഴെ ഒരു പട്ടി കിടപ്പുണ്ട്, അത് ഉഗ്രനായിട്ട് കടിക്കും. തുറന്നു കൊടുത്താ. അയ്യോ, അതിനല്ല, എനിക്ക് ഡോക്ടർക്ക് കൊറിയർ കൊടുക്കണം. ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ നീ ഉണ്ണിക്കാൻ വന്നതാ അതാ കൊറിയർ കൊടുക്കാൻ വന്നതാ? കൊറിയർ കൊണ്ടുകൊട്. ചെല്ല്. ഇയാളെന്താ ചിമ്പാൻസിക്കുണ്ടായി? പട്ടിയുണ്ട് കേട്ടാ. ശരി. യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല സ്പീക്കിംഗ്. ലിവറ്, ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്. നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? എന്തുവാ? പ്ലേയോ? അതെന്തുവാ? ഇടോ, അതൊക്കെ ഈ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ ഓടി ഓടിന്നു പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഓ, ഹലോ, ഹാർട്ടോ. അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത് ഹലോ, ഭയങ്കര ബിസിയുള്ള ആളാണ്. ലിവറോ ആടിൻ്റെയോ? എടോ, ഇത് ഇറച്ചിക്കടയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ, കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? കൊടുക്കാനാ. ഏത് പാർട്സാ? അത് ഈ കിഡ്നി ആണെങ്കിലോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ് ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങളെ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിന്ന് 20% എന്റെ കമ്മീഷനാണ്. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ളൊരു ടൈപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ. സമ്മതിച്ചു. അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാന്ന് വെച്ചാ. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളുടെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോവും. ആണോ? അതെ, ഒരു കിഡ്നി തരാം, വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യും, ഈ 2 എണ്ണം ഉള്ളതിന്ന് നമുക്ക് ഓരോന്നും എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തികയുമായിരിക്കും. ഒന്നൊന്ന് എല്ലാത്തിനും ഓരോന്നെടുത്ത പ്രശ്നമാവോ? അതെ, പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വിലതൊന്നും എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോക്കോളൂ. ശരി. ശരി, പോവാം. 20 ലക്ഷത്തിന് കൊണ്ടുപോയിച്ചിരിക്കല്. ഇവനൊക്കെ വേറെ പണി. അയ്യോ, എന്റെ കിട്ടിപ്പോയി. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും ചേട്ടാ, എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിലെ ടെൻഷൻ അടിക്കുന്നത്? എന്താടാ, കുറെ നേരം ആയില്ലേ? ഒന്നും പറയണ്ട. എന്റെ പാവൻ ചേട്ടൻ കുഞ്ഞൊരു വീട് പണിത്, അത് പഞ്ചായത്തിൽ അറിയിച്ചില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമായടാ. നിങ്ങളുടെ പഞ്ചായത്താണോ? അതെ. അപ്പൊ പിന്നെ അറിയിക്കണ്ടേ? എന്തിന്? പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിതപ്പോ എന്റെ വീട്ടിൽ അറിയിച്ചോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ അവരെ അറിയിക്കുന്നത്? ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, അത് പഞ്ചായത്ത് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും. എടാ, ഈ പഞ്ചായത്ത് ഓഫീസിനെ അറിയിക്കണം. നീ പഞ്ചായത്തിന്റെ ഭാഗത്താണോ എന്റെ ഭാഗത്താണോ? അതെ, സുധിസാറിനെ അന്വേഷിച്ച ഒരാൾ പുറത്തു വന്നിരിക്കും. ആരാ? വേറെ ആര്? നീ പൈസ മേടിച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. വെളുപ്പിനെ മരിച്ചു പോയെന്ന് പറഞ്ഞേക്കും. അയ്യോ, അതല്ല, ഇത് കാശ് ഇങ്ങോട്ട് തരാൻ വന്നാ പറഞ്ഞേ. കണ്ടിട്ട് ആളൊരു മാന്യനാന്ന് തോന്നുന്നു. മാന്യന്മാരാടാ നിന്നെ തിരക്കി വരുന്നത്? അറിയില്ലളിയാ, നീ ഇവിടെ ഇരുന്ന് എല്ലാം ഫില്ല് ചെയ്തേ. കറക്റ്റ് അഡ്രസ് തന്നെ എഴുതണേ, മാറരുത്. ഫില്ല് ചെയ്തോളൂ. ആരാടാ? ഓടല്ലേ. അതെ, നമ്മൾ തൽക്കാലം കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കിഡ്നിക്കല്ല ഞാൻ വന്നത്. പിന്നെ പറയാം. സുധിയെ കുറിച്ച് ഞങ്ങളെല്ലാം അന്വേഷിച്ചു. കഷ്ടം അല്ലയോ? അതെ. വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമാ അല്ലയോ? പിന്നെ പെട്ടെന്ന് എടുപിടിന്ന് 20 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാ അത് അതിലും വലിയ കഷ്ടമുള്ള കാര്യമല്ലയോ? അല്ലയോ? അതെ. പക്ഷേ സുധി, നീ വിചാരിച്ചാൽ 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. 10 മാസം കൊണ്ടോ?
അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ 10 മാസവും പറയുന്നതനുസരിച്ച് നിൽക്കണം. ഇല്ലയോ? അതെ. ആ മമ്മൂട്ടിക്ക, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ. ഇടാ ഒന്നുമില്ല, ഒരു ഗർഭം ചുമക്കണം. ഇറങ്ങി പോടോ വെളിയിൽ. ഈ മുതുക്ക പ്രായത്തിൽ താൻ ചെന്ന് ആർക്കോ ഗർഭം ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ചുമക്കണോ? എടാ എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതല്ല, പിന്നെ ഒരാളെ ഗർഭമാക്കണം. നിങ്ങൾക്കപ്പൊ അതിന്റെ പണിയുണ്ടല്ലേ? പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എന്തുവാണത്? സാറേ, ആ വട്ട് ഡോക്ടറുടെ കാര്യം. ഒരു വട്ടു ഡോക്ടർ വന്ന് പെട്ടിട്ടുണ്ട്. അയാൾക്ക് ഗർഭിണിയാക്കാൻ ഒരു പുരുഷനെ വേണമെന്ന്. എന്തോ തട്ടിപ്പ് കേസാ. എന്തായാലും എന്താ, 1 മാസം 2 ലക്ഷം രൂപ വച്ച് 10 മാസം കൊണ്ട് 20 ലക്ഷം രൂപ നിനക്ക് കിട്ടും. അതിന്റെ കമ്മീഷൻ എനിക്കും കിട്ടും. എന്തോ പറയുന്നു? 1 മിനിറ്റ്. ഇയാളെ പറഞ്ഞു വിട്. അതെന്താ? ഇയാൾക്ക് മുഴുത്ത ഭ്രാന്താടാ. അല്ലടാ, അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു നിനക്കും ഭ്രാന്തായാടേ. ഭ്രാന്തോ? ഇയാക്കോ? കട സ്ഥലം എവിടാന്നാ പറഞ്ഞേ? ഊളൻ പാറ. ആളെ നോക്കുന്നതിന് മുമ്പ് ഇയാളെ കൊണ്ട് മരുന്ന് കൊടുക്കടാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല. ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമപ്പൂ കലക്കി കലക്കി എന്റെ കൈയൊടിഞ്ഞാനെ. അപ്പൊ ആളാരാ? ഇത് ഇയാളാ. ഇടേ നീയാ നമ്മുടെ കൊറിയർ. ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് മാറി നിക്കടോ, ഇയാള് കടിക്കും. ചേട്ടാ, മതി മതി. അല്ല, ചേട്ടൻ എത്ര മാസമായി? ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, പിന്നെ? ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാങ്കദൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും ഇടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, പെട്ടിയിട്. പേ പിടിച്ചയറ്റോ. പൊക്കോ പൊക്കോ. ചെല്ല്. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. ഹേയ്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചത്? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. അതെവിടുന്ന്? ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചമേളം വെക്കാൻ പാടില്ല. എവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. ഞാൻ എങ്ങോട്ടാണട്ടെ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി 2 പേരെ കൂടി പരിചയപ്പെടുത്തരാണ്. അളിയാ, ഞാൻ പോവാ. ബൈ. നസ്രിയ, ശകുന്തള, ബാ. ഇപ്പൊ വരും. ഓ, നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്കാ. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. Bye. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഇല്ല. ഈരെ കൊണ്ടു വരൂ. അല്ല, നീ വന്നോളൂ. വന്നോളൂ. ചെല്ല്. ചേട്ടാ, അയ്യോ. അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനയുള്ളൂ? അതെ. എന്നാ പിന്നെ എന്നെ കൊടുന്നു പരീക്ഷണത്തിന്. എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ, വേണമെന്നില്ല. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ ബാ. വേണ്ട, വന്നു. ചേട്ടാ, ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല, ഈ കുരങ്ങനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നേ? അത് മനസ്സിലായില്ലേ? ഇല്ല. ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥയായി. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നുമല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ട് ഇവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണിത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനാണോ ഓർമ്മ വരുന്നത്? അച്ഛ. അതെന്താ? അച്ഛൻ 4 പെഗ് അടിച്ചു കഴിഞ്ഞാ വീട്ടിന്റെ തിണ്ണേ കരുതാ ഈ ഇരിപ്പാണ് അച്ഛ. അല്ല, ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അയ്യോ, ആണോ? എന്ത് സംശയം ഉണ്ടോ? അല്ല, സംശയം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്. ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട്. വരും, വാ, കാണിച്ചു തരാം. സൂക്ഷിച്ചു വേണം വരാൻ. എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. അളിയ, സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി.
എടാ നിനക്കും ഭ്രാന്തായോ? ഒരു കൊരങ്ങനെ തല്ലിക്കൊന്നു വെച്ച് കുറച്ച് ഉജാല വെള്ളവും കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന്. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. അയ്യോ കുരങ്ങ് പിടിച്ചു, കുരങ്ങ്. അയ്യോ കുരങ്ങ്. അയ്യോ. എന്തു പറ്റിയടാ? അയ്യോ, ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയെന്ന്. അയ്യോ ഇച്ചിരി വെള്ളം. എടാ, അത് കുടിക്കരുത്. സൾഫൂരിക് ആസിഡാ. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ, അവിടെ വേറെ എന്തിനൊക്കെ തല്ലിക്കൊന്നു വെച്ചിട്ടുണ്ടാവും. വാ വാ വാ. എടാ നമ്മുടെ കഷ്ടപ്പാട് കണ്ട് ദൈവം കൊണ്ടു തന്ന സെറ്റപ്പാടാ ഇത്. AC റൂം, സുഖഭക്ഷണം. ഇനിയിപ്പോ പരീക്ഷണം നിന്നിൽ വിജയിച്ചില്ലെങ്കിലും എന്നെ പരീക്ഷിച്ചോളാൻ പറ. ഞാനൊരു 10-15 വർഷം ഇവിടെ കിടന്നോളാം. നമുക്കൊന്ന് സുഖിക്കണോടാ. ദാ, എടുത്തോളൂ. ഓ. ഏയ്, ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ, ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 kV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ? ഫുൾ കരിഞ്ഞിരിക്കുക. ശകുന്തളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. ഉവ്വ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം. എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇത് മാറ്റാം. നീ പോ. ചോദിക്കണ ചിലപ്പോ കിട്ടും. അത് ചോദിക്കേ. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം. മാറ്. സോറിയേ. പറയൂ. ഇവന് ശകുന്തളെ, കേറി പോടി അകത്ത്. അല്ല, അണ്ണൻ വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേടാ. മതി. ശകുന്തളെ, ഇന്ന് മുതൽ ഇവന് കടുക്ക വെള്ളം കൊടുത്താൽ മതി. അയ്യോ എടാ, അത് വേണം. കിളത്താതെ ടോണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മനസ്സിൽ പോകും. ടച്ച് ചെയ്തോട്ടാ. സ്മോൾ ടച്ച്. എടാ, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടോ അടിക്കാൻ തോന്നുന്നു. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട്. എന്താ പെർഫോമൻസ്. അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്. ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഒരെണ്ണം സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ, പുഷ്പാണ്ണനോട് പറഞ്ഞാൽ സംഘടിപ്പിക്കാൻ പറ്റൂടാ. ഉറപ്പാണോ? നീ ചോദിച്ചാൽ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി? ഓക്കേ, നീ ചോദിക്കടാ. അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ശകുന്തളെ, കേറി അകത്ത് പോ. അയ്യോ, അവരുടെ കാര്യമല്ല, ഇത് വേറൊരു കാര്യം. ഈ ബിസ്ക്കറ്റ് തിന്നു. ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളമടിക്കൂ. പിന്നെ ഞാൻ വെള്ളം അടിക്കും. അയ്യോ, വെള്ളം അടിക്കൂ. ഞാൻ മാത്രമല്ല, ഡോക്ടറും വെള്ളം അടിക്കും. പിന്നെ ബാക്കിയുള്ള 3 ഡോക്ടറില്ലേ, അവരും വെള്ളം അടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തളയും വെള്ളം അടിക്കും. രക്ഷപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലടാ, അവള് സെറ്റപ്പാണ്. എന്ത്, നിങ്ങൾക്ക് വെള്ളം അടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. എങ്കിൽ ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം അടിക്കും. അതുകൊണ്ട അതാണ് വെള്ളം അടിക്കാനുള്ള സ്വിച്ച്. വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്. മതി മതി, ഒരു 30 രൂപ തരില്ല. നീ ആയിരുന്നോ? ഇതെന്തിനാടാ ഇത്രയും പങ്കെടുത്ത് വെച്ചേക്കുന്നത്? ആരോടും പറയല്ലേ, ഇതെല്ലാം ഇവിടെ ഫ്രീയാ. നമുക്കിത് ചെറിയൊരു കുപ്പിൽ ഒഴിച്ചുകൊണ്ട് പുറത്തിറക്കി ബ്ലാക്കിൽ വിൽക്കാടാ. ഇത് ഡോക്ടർ അറിഞ്ഞാൽ വളരെ മോശമാണ്. നീ ഒന്ന് പോയവിടുന്ന്. ഡോക്ടർ, നീ ഇതൊന്ന് മതിയാക്കിയേ. നീ ഒന്നും മിണ്ടാതിരിയടാ. ഇവിടെ ബിസിനസ് നടക്കും.